ഹായ്, നമസ്കാരം. ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചിക്കൻ മസാല ഉണ്ടാക്കുന്ന അതേ രീതിയിൽ പനീർ മസാല എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ആദ്യമായി ഒരു പാൻ അടുപ്പിൽ വെച്ച് പനീർ വറുത്ത് എടുക്കുവാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായതിനു ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് വറുത്ത് കോരിയെടുക്കാവുന്നതാണ്. പനീർ ഇട്ടു, അത് ഏകദേശം നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് കോരി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. ഏകദേശം നല്ല മുരിഞ്ഞതാണ്. ഇതേപോലെ ബ്രൗൺ കളറായി നമുക്ക് കിട്ടണം. അതിനുശേഷം ഒരു അടുപ്പിലേക്ക് നമുക്ക് അടുത്ത് പാകം ചെയ്യാനുള്ള ഒരു ഇതേപോലെ പാത്രം വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തത്. അതിനോട് കടുക്, ഒരു സ്പൂൺ കടുക്, അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഞാനിതിനകത്ത് 4 സവാള എടുത്തിട്ടുണ്ട്. ഗ്രേവി കൂടുതൽ കിട്ടാൻ വേണ്ടി മാത്രമാണത്. ഇതിനെ നന്നായിട്ട് വഴട്ടിയെടുക്കുക. ഏകദേശം നല്ല പാകമാകണമെങ്കിൽ മാത്രമേ ആ കറിക്ക് നല്ല രുചി കിട്ടുകയുള്ളൂ. നമുക്ക് ഈ ഉണ്ടാക്കുന്ന മസാല കറിയിൽ പൊറോട്ട, ദോശ, അതേപോലെ ചപ്പാത്തി, ഏതിൻ്റെ കൂടെ, പൂരിയാണെങ്കിൽ പൂരിയിലൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അങ്ങനെയുള്ള രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് അടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ്. ഇഞ്ചി പേസ്റ്റാക്കി എടുത്തത്, പേസ്റ്റ് അതിനെ ഇതിൽ ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയുണ്ട്, രണ്ടും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഏകദേശം നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഈ ഉള്ളിയും ഇതിനകത്ത് ചേർത്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നന്നതുപോലെ വെന്ത് വന്നാൽ മാത്രമേ അത് കറിക്കുള്ള ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഏകദേശം കുറച്ച് നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി അരച്ച് വെച്ചത് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. തക്കാളി നേരിട്ട് അരിഞ്ഞിടാം, കുഴപ്പമൊന്നുമില്ല. എങ്കിലും നമ്മൾ മിക്സി ജാറിൽ അടിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല പേസ്റ്റായിട്ട് കിട്ടും, കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം അടച്ച് വേവിക്കാൻ വയ്ക്കുക. അപ്പോൾ എളുപ്പം റെഡിയായി വരുന്നതാണ്.
ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള മസാലകൾ ചേർക്കാം. കുറച്ച് മല്ലിപ്പൊടി, ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവ് ആവശ്യത്തിന് ചേർക്കുക. നമുക്ക് കൂടുതൽ എരിവ് വേണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി മതിയാവും. അതിലേക്ക് ഒരു 2 സ്പൂൺ ഗരം മസാല. ഈ മസാല ഞങ്ങൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച് എടുക്കുന്നതാണ്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മസാലക്കൂട്ടുകളെല്ലാം വെന്തതിന് ശേഷം മാത്രമേ പനീർ വറുത്ത് വെച്ചിരിക്കുന്ന പനീർ ഇതിൽ ചേർക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നല്ല രുചി കിട്ടുകയുള്ളൂ. ഇത് നല്ല കട്ടിയോട് കൂടിയുള്ള ഒരു ഗ്രേവി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നല്ലതുപോലെ വഴണ്ട് വരും. ഇത് ഞാൻ കുറച്ച് ടേസ്റ്റിന് വേണ്ടി ബട്ടർ ചേർത്ത് കൊടുക്കുന്നതാണ്. നല്ല രുചിയായിരിക്കും. അതിനെ നന്നായിട്ട് അതിൽ ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം നല്ല ഇളകി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന പനീർ അതിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്ത് കോരി മാറ്റാവുന്നതുമാണ്. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. പനീർ ഏതൊരു കാരണവശാലും പൊടിഞ്ഞു പോകുന്നതല്ല. നമ്മൾ എത്ര ഇളക്കിയാലും അത് പൊടിഞ്ഞു പോകില്ല. നല്ല രീതിയിൽ അതേ കഷ്ണങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കും. നല്ല രുചിയാണ് നമ്മളിത് വയ്ക്കുമ്പോൾ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിരിക്കും ഇത്. ഞങ്ങൾ വീട്ടിൽ തന്നെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുക. മല്ലിയില ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് കുറച്ച് ഗ്രേവിക്ക് വേണ്ടി ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചൂടുവെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ടാണ് കുറച്ചുകൂടെ ഇളക്കി. നമുക്ക് കുറച്ചുകൂടെ വെന്ത് വരുമ്പോൾ കുറച്ച് കട്ടിയാക്കണമെങ്കിൽ ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു അര സ്പൂൺ ടീസ്പൂൺ ഇതിനകത്ത് കോൺഫ്ലവർ പൗഡർ ചേർക്കാവുന്നതാണ്. ചേർത്തിട്ട് ഇളക്കിയാലും മതി. നല്ല തിക്കായിട്ട് കിട്ടും. ഇത് തന്നെയായിരിക്കും ഏറ്റവും നല്ല രീതിയിലുള്ള ടേസ്റ്റ് വരുന്നത്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓളും കൊടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളുണ്ടാക്കുന്ന ഓരോ വീഡിയോയും ഞങ്ങളിടുന്ന ഓരോ വീഡിയോയും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതോടൊപ്പം കമൻറ്റ്, ലൈക്ക്, ഷെയറും ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോ നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കാം. താങ്ക് യു.